ഇങ്ങനെ മൈക്കിൽ സംസാരിച്ച് എനിക്കത്ര വ്യക്തികളുടെ സംസാരിക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭാഷ എനിക്കത് സാധിക്കില്ല. പിന്നെ അത് മാത്രമല്ല എൻ്റെ കടന്നു വന്ന വഴികൾ ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം വരുവാനിടയായി. കാരണം ഈ പ്രായത്തിനൊക്കെ ഞാൻ വളരെ എന്താ പറയുക, വളരെ താഴ്ന്ന കുഴിയിൽ നിന്നാണ് ദൈവം ഞാൻ വിളിച്ചു കൊണ്ടിരിക്കുവാൻ ഇടയായത്. എൻ്റെ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം എനിക്ക് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ലെങ്കിലും എൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്തത്ര അനുഭവ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എത്രത്തോളം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സ്വദേശം ഇവിടെയല്ല, അതായത് എൻ്റെ സ്വദേശം എൻ്റെ വീടെന്ന് പറയുന്നത് ജനിച്ചെന്ന് പറഞ്ഞാൽ പാലക്കാട് ഒരു 12 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മലമ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചത്. അവിടെ കറണ്ടൊന്നും കടന്നു വരാത്തൊരു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ കൂന ഇരുട്ടിൻ്റെ ഒരു അന്തരീക്ഷം, മഴ, ആ ഒരു ഗ്രാമപ്രദേശത്താണ് ജനിച്ചത്. അത് അവിടെ ഒരു 10-20 വീടുകളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ നോട്ടമെത്താത്ത ഒരു പാടമാണ്. മൊത്തം കൃഷിയും കാടുകളും, ചുടുകാട്, മനുഷ്യനെ കത്തിക്കുന്ന കാടുകളും അങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് ഞാൻ ജനിക്കാനിടയായിരുന്നത്. അവിടെ അങ്ങനെ ജനിച്ച് വീഴപ്പത്തെ തൊട്ട് തന്നെ വളരെ ദുരിതം, പട്ടിണിയും ഒക്കെ ആയിരുന്നു. നമ്മൾ ചിന്തിക്കും, നമ്മുടെ മക്കളൊക്കെ ചിന്തിക്കും, ഞാൻ ചിന്തിക്കാനിടയായത്. കാരണം എനിക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരമൊക്കെ ഭക്ഷണം കിട്ടുക. കാരണം അത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ളവർ ചെന്ന് ജോലി ചെയ്ത് തിരിച്ച് വന്ന് അത് പാചകം ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ വളരെ ജനിച്ച് വീണപ്പോൾ തൊട്ടന്നെ ദാരിദ്ര്യത്തിൻ്റെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഒരു 50 വർഷത്തിന് മുന്നുള്ള പാലക്കാട് പ്രദേശത്തുള്ള അവസ്ഥയെ ഞാൻ പറയുന്നു. അത്രയും പട്ടിണി ദുരിതത്തിലായിരുന്നു. ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിച്ച് അങ്ങനെ വർഷങ്ങൾ നീണ്ടു. അങ്ങനെ ഒരു 6-7 വയസ്സായപ്പോൾ തന്നെ പിന്നെയും അവർക്ക് എന്നെ വളർത്തുവാൻ വളരെ കഷ്ടങ്ങളായതുകൊണ്ട് എന്നെ ഒരു അടുത്തൊരു മുതലാളിയുടെ വീട്ടിൽ കൊണ്ട് നിർത്തുവാനായിട്ട് എത്തിയിരുന്നു. അവിടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പോലെ ഒരു പശു 2 പശു അല്ല, ഒരു 25-30 പശുക്കളൊക്കെ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ഈറ്റങ്ങളെ നമ്മൾക്ക് അത് നോക്കുവാൻ എന്നെ ഏൽപ്പിക്കും. ശമ്പളത്തിന് പറയും 10 രൂപയാണെന്ന് ഒരു മാസം ശമ്പളം. അങ്ങനെ അവിടെ ചെന്ന് ഏൽപ്പിച്ചു. അവിടെ നിന്ന് ഞാൻ കാലത്ത് ഇവർ കുറച്ച് പഴഞ്ചോറ് തന്നു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഞാൻ ഈ കാട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ചൊരു 2-3 കിലോമീറ്റർ ചെന്ന് ഇങ്ങനെ കാടാണ്, ചുടുകാട്, മനുഷ്യനെ കത്തില്ല, കാടുകളിൽ ചെന്ന് ഈറ്റങ്ങളെ മേടിക്കും. കടന്നു പോകുമ്പോൾ മലമ്പുഴയിൽ നിന്ന് കടന്നു വരുന്നൊരു വലിയ നദിയുണ്ട്. അത് നിറഞ്ഞ് കവിഞ്ഞ പോയപ്പോഴും അത് പാലമൊന്നുമില്ല. അതിന്മേൽ കൂടെ ഈ പശുക്കളെല്ലാം ഇറക്കി അതിൻ്റെ ഏതെങ്കിലും ഒരു പശുവിൻ്റെ പുറത്ത് കയറിയിരുന്ന് അപ്പുറത്തേക്ക് ചെല്ലും. പശു അങ്ങനെ താന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ ഒളിച്ചു പോകും. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ വൈകുന്നേരം ഞാൻ 4 മണി വരെ അവിടെ ആ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന്, അത് ഭക്ഷണമൊന്നുമില്ല, പിന്നെ ഈ കാലത്ത് തരുന്ന ആ ഭക്ഷണമുള്ളൂ. അവിടെ ഇരുന്ന് ഈ പശുക്കളെല്ലാം നോക്കും. 10-22 പശുക്കളെ നോക്കും. പ്രായം എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഏകദേശം ഇത്ര പ്രായമുള്ളൂ. ആ സമയത്ത് ഈ പശുക്കളെല്ലാം നോക്കി വിശക്കുന്ന സമയത്ത് പല മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നു. കണ്ണാൻ, കൊക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേട്ടയാടി അത്യാവശ്യം ഭക്ഷണങ്ങൾ കഴിച്ച് അവിടെ നിൽക്കും. 4 മണിയാകുമ്പോൾ അവിടെ തിരിച്ച് വീടെത്തുമ്പോൾ ഇതിനെ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് മുതലാളിൻ്റെ വീടെത്തുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകും രാത്രി. അങ്ങനെ കുറേ കാലം അവിടെ നിന്ന് ജീവിക്കുവാൻ ഇടയായി. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ മാതാവിനും എൻ്റെ സഹോദരിക്കും മഞ്ഞപ്പിത്തം പിടിക്കുവാനിടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ കാഴ്ച നഷ്ടപ്പെടുവാൻ കുറച്ച് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിക്കാതായി. അങ്ങനെ ഞാൻ മാതാവിനെയും എൻ്റെ ഇവരെയൊക്കെ നോക്കുവാനിടയായി തീർന്നു. അവർ കിടന്ന് മരിക്കുവാൻ, എൻ്റെ സഹോദരിയും എൻ്റെ മാതാവ് മരിക്കുമെന്ന് തീരുമാനിച്ചു. കാരണം അതിന് ചികിത്സയില്ല. ഒന്നാമത് ചികിത്സ അവിടെ ഹോസ്പിറ്റലുകളൊന്നുമില്ല. പിന്നെ ഹോസ്പിറ്റൽ വേണമെങ്കിൽ പാലക്കാട് വേണം. അങ്ങനെ നമുക്ക് പോകാനുള്ളൊരു ഇതില്ല. അങ്ങനെ കിടന്ന് മരിക്കുന്നതല്ല തീരുമാനമായി. എന്നാൽ ആ സമയത്ത് തന്നെ എൻ്റെ മാതാവ് ഗർഭിണിയും കൂടിയായിരുന്നു. ആ സമയത്ത് തന്നെ പ്രസവിച്ചു. എൻ്റെ കൈ കിടന്ന കുഞ്ഞ് മരിക്കുവാനുള്ളത്. അങ്ങനെ ഞങ്ങൾ പിതാവിൻ്റെ കാശി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്കെല്ലാം നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിൽക്കുവാൻ മാർഗമില്ല. പിന്നെ ഞങ്ങൾ പാലക്കാട് ടൗണിലേക്ക് ചേക്കേറാനിടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്ന് ചെന്ന് നടന്ന് എല്ലാം നഷ്ടപ്പെട്ട് പാലക്കാട് ടൗണിലേക്ക് ചെന്ന് ഈ
പാലക്കാട് ടൗൺ പ്രദേശം മുഴുവൻ ഞങ്ങൾ പകൽ മുഴുവൻ കറങ്ങി നടക്കുവാനിടയായി. കാരണം നിങ്ങൾ ചിന്തിക്കുക, അന്നത്തെ കാലത്ത് നമുക്കൊരു ഷർട്ടോ ഒന്നുമില്ല, വെറും ട്രൗസറും ചുട്ടുപൊള്ളുന്ന ടാറിങ്ങിലോട്ട് ഒരു ചെരുപ്പൊന്നുമില്ല. അന്ന് ചുട്ടുപൊള്ളുന്ന ടാർ, ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന എൻ്റെ കാലൊക്കെ ഇങ്ങനെ വെണ്ട് കീറിയിരിക്കും. കാരണം ഈ ചുട്ടുപൊള്ളുന്ന പാറ ഈ ടാറിങ് റോട്ടിൽ കൂടെ ഒക്കെ നടന്നില്ല നമ്മൾ പോകുന്നു. ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ പാലക്കാട് മുഴുവനും ഇങ്ങനെ കറങ്ങി നടക്കും പകൽ മുഴുവൻ. രാത്രിയാകുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, അനേകരിന്ന് റെയിൽവേ സ്റ്റേഷനിലും അവിടെ കിടക്കുന്ന പാലക്കാടിയിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ കിടക്കുവാനും അങ്ങനെ കറങ്ങി നടക്കാനെല്ലാം ഇടയായി. അങ്ങനെ ഒരുപാട് കാലങ്ങൾ ഞങ്ങളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുവാൻ. അപ്പോഴേക്കും എൻ്റെ സഹോദരിക്കും ഇവർക്കും കുറച്ച് ഒരു വ്യക്തി കടന്നു വന്ന് ഒറ്റമൂലി എന്നൊരു മരുന്ന് തരുവാനും കുറച്ച് മഞ്ഞപ്പിത്തം അങ്ങനെ കുറഞ്ഞു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഇവരെ എണീപ്പിച്ച് ഇവർ മുടിയൊക്കെ വെട്ടി ഞാൻ വിരിയും കൊണ്ടാണ് ഞാൻ ഈ പ്രദേശത്ത് അവിടെ നിന്ന് ഞങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. അങ്ങനെ കുറേ നാളങ്ങനെ പല പല സ്ഥലങ്ങളിലായി ഞങ്ങൾ കറങ്ങി നടക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരുപാട് നാൾ അങ്ങനെ ജീവിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ട്രെയിനുകൾ കയറും, ഓരോ പ്രദേശങ്ങളിൽ ചെല്ലും, കുറേ നാൾ ജീവിക്കും. അങ്ങനെ നടന്നു ഇരിക്കുമ്പോഴാണ് അങ്ങനെയാണ് കൊരട്ടിയിൽ വന്ന് എത്തുവാനിടയായി തീർന്നു. ചുരുക്കമായി പറയുന്നു, അങ്ങനെ കൊരട്ടി വന്ന് എത്തുവാനും കൊരട്ടിയിൽ ഞങ്ങൾ ഒരുപാട് നാൾ ഞങ്ങൾ കറങ്ങി തിരികെ നടക്കുവാനും ചെറിയ കൂര പരവച്ച് അവിടെ റോഡ് സൈഡ് തന്നെ കിടക്കുവാനും എല്ലാം ഇടയായി. അങ്ങനെയാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെയാണ് ഞാൻ വിവാഹത്തിനാവാനിടയായി തീർന്ന്. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും പുള്ളിക്കാരത്തെ പണിക്ക് പോയി ഒരുപാട് കഷ്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ ആ സാഹചര്യത്തിലാണ് കർത്താവിനെ കണ്ടുമുട്ടുവാനും ഈ കൊരട്ടി വെച്ചിട്ട് അങ്ങനെ കൊരട്ടി വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവ് പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഓരോ വഴികളിലും ദൈവം അനുഗ്രഹത്തിൻ്റെ പാതകൾ. അങ്ങനെ അതിനിടയിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോഴും കുറച്ച് നാൾ അങ്ങനെ പണിക്കൊക്കെ പോയി പൈസയൊക്കെ ആയി തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ വഴിതെറ്റി പോകാനിടയായി തീർന്നു. മദ്യപാനവും പുകവലിയെന്ന് വെച്ചാൽ ഒരു കെട്ടുകിടക്കുന്ന ബണ്ടൽ കിടക്കുന്ന വീഡിയൊക്കെ ഞാൻ വലിക്കും. ചീട്ടുകളി അങ്ങനെ വളരെ മോശമായി. അങ്ങനെ ഭവനത്തിൽ സമാധാനമില്ലാതായി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു ദൈവത്തിനെ കണ്ടുമുട്ടാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തെ കണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എങ്ങനെ അനുഗ്രഹിച്ച് എനിക്ക് പറയാം. നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുന്നതെന്ന് അറിയാലോ. കാരണം എൻ്റെ മക്കളെ 2 കുഞ്ഞുങ്ങൾ തരുവാനിടയായി തീർന്നു. അവർ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിനൊക്കെ ആരെങ്കിലും സ്പോൺസർ ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു മകളെ ഡോക്ടറാക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സത്യമായിട്ട് ഒരു വ്യക്തിയുടെ 10 പൈസ പോലും അധികം ചിലവാക്കാൻ, അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ചെയ്യുവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ, ഒരു ഡോക്ടറെ പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ എഞ്ചിനീയർ പഠിപ്പിക്കുവാൻ എത്ര ചിലവ് വരുന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു വ്യക്തി പോലും സ്പോൺസർ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ദൈവമാണ്, ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമേ. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ ദൈവം കൈനീട്ടുവാൻ അനുവദിക്കുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈവം ഞങ്ങൾ എത്രത്തോളം അനുഗ്രഹിച്ചത്. ഒരു വ്യക്തിയുടെ ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമാണ് ഇത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചത്. അങ്ങനെ ആണ് ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളെ നടത്തുവാൻ ഞങ്ങൾ ഒരുപാട് എൻ്റെ കഷ്ടങ്ങളുടെ എൻ്റെ ഈ 50 വർഷത്തിനിടയിൽ ഞാൻ കടന്നു വന്ന വഴികൾ വളരെ വേദനാജനകമായ വഴികളാണ്. ഞങ്ങൾ പറഞ്ഞില്ല, ഒരുപാട് ഞാൻ ചെയ്യാത്ത ജോലികൾ അല്ലെങ്കിൽ കടന്നു പോകാത്ത വഴികൾ ഒന്നും ഇല്ല. എന്നാൽ ഇന്നെല്ലാം മാറ്റി ദൈവത്തോളം ഞങ്ങൾ മാനിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ അനുഗ്രഹമാണ് എൻ്റെ ഓരോ പ്രവൃത്തികളും. എന്ത് ചെറിയ പ്രവൃത്തി വലുതാണെങ്കിലും അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് കടന്നു ചെന്നാൽ അത് നടന്നിരിക്കും. അതിന് മാത്രം എന്നെ ദൈവം സ്നേഹിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ ആ ഒരു അവസ്ഥകളിലേക്ക് ഞാൻ ഒറ്റയ്ക്കൊക്കെ ഈ ചുടുകാട്ടിലേക്ക് കടന്നു ചെല്ലും. കാരണം അവിടെ ചെന്ന് അന്നൊന്നും മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ഈ മുളയുടെ പാടയിൽ കെട്ടിയെ കൊണ്ടുപോകാം. അപ്പോൾ അവരെ കൊണ്ടുപോയി അവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മുളയും സാളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകും. അത്രയും
അങ്ങനെ ഒരു ഒരു എന്താണെന്ന് പറയുക, അത്രയും വളരെ കഷ്ടങ്ങളിലൂടെ ഞാൻ പറഞ്ഞില്ല, പാലക്കാടെല്ലാം കറങ്ങി വളരെയധികം കഷ്ടങ്ങളിലൂടെ കടന്നു ദൈവത്തിനോളം മാനിക്കുക അനുഗ്രഹിക്കാനായി തീർന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പ്രത്യേകം എൻ്റെ വൈഫ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 32 വർഷമായി. ഈ ഡിസംബർ വരുമ്പോൾ ഇത്രയെല്ലാം കഷ്ടങ്ങൾ സഹിക്കുകയും ഇത്രയെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും എൻ്റെ വൈഫിനോട് കൂടെ ഈ നാളുകളിൽ ക്ഷമിച്ച് നിൽക്കുവാൻ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കളും ദൈവസേനയിൽ കടന്നു വരുന്നുണ്ട്. രണ്ടുപേരും കടന്നു വന്നിരുന്നാണ്. ഒരാൾക്ക് ജോലിയോട് ബന്ധപ്പെട്ടും കുറച്ച് മടിയുണ്ട് എങ്കിലും ഞങ്ങളുടെ കുടുംബമായി എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ എത്രത്തോളം സാക്ഷ്യം പറഞ്ഞു നിർത്തുന്നു. ഇനി ഒരിക്കൽ സാഹചര്യമുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചാൽ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക. എന്നാലും ഞാൻ പറയുന്നു, ഇതിൻ്റെ എല്ലാത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവമാണ് ഞങ്ങൾ എത്രത്തോളം വായിക്കുവാനിടയായിത്തീർന്നത്. ഈ ദേശത്ത് വന്ന് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥകൾ അറിയാം. ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചെന്ന് നിങ്ങൾക്ക് ഞങ്ങളെ കാണുന്നറിയാം. എൻ്റെ ഒരു അവസ്ഥ, ഞാൻ എൻ്റെ അവസ്ഥ കടന്നു വന്ന വഴികൾ അന്നൊന്നും ഒന്നുമില്ല. ഇന്നത്തെ മക്കൾ നമ്മൾ ചിന്തിക്കുന്നു, ഇന്ന് ജനിച്ചു വീഴുന്ന മക്കൾക്ക് തന്നെ എന്തൊരു സൗകര്യങ്ങളാണ്. മൊബൈൽ ഫോൺ, മറ്റെല്ലാ ഡ്രസ്സുകൾ. ഞാൻ ജനിച്ച കാലത്ത് നമുക്ക് അവിടെ ഒരു ഭവനത്തിൽ ചെന്ന ഒരു ഡ്രസ്സൊന്നുമില്ല. അന്നൊരു വർഷത്തിലേക്ക് ഒരു ട്രൗസറുള്ളൂ. അത് വെച്ചാണ് നമ്മുടെ ഇടുക. പുതയ്ക്കാൻ ഡ്രസ്സ് തുണിയൊന്നുമില്ല. അപ്പോൾ ചാക്ക തരുന്നത് അത് പുതച്ച് നമുക്ക് എടുക്കും. എല്ലാ മൃഗങ്ങളെയും നമ്മൾ വേട്ടയാടി ഞങ്ങൾ പിടിച്ചെടുക്കഴിഞ്ഞു. അങ്ങനെ ഒരു കടന്നു വന്ന ഒരു വഴിയിൽ ഇതിൻ്റെ തോളം ദൈവം അനുഗ്രഹിച്ചു. തുടർന്ന് പറയാം, ദൈവം എനിക്ക് പറയാം എത്രത്തോളം ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഇനി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവം